യുവരാജ് ഗോകുൽ കൂടി നമ്മോടൊപ്പം ചേർന്നുണ്ട്. ശ്രീ യുവരാജ് ഗോകുൽ, എന്തായാലും ഇത്തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരുന്നതിന് പിന്നിൽ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായൊരു വ്യക്തത തന്നെയാണ് ഇവിടെ വരുന്നത്. ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഈ സാംസ്കാരിക മൂല്യങ്ങളെ തകർക്കുക അല്ലെങ്കിൽ അതിന് നേരെയുള്ള കടന്നുകയറ്റം എന്നതിലുപരി ഇവിടെ ഒരു പ്രീണന രാഷ്ട്രീയത്തിൻ്റെ നിലപാട് കൂടിയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ആ ഒരു രീതിയിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ നിയന്ത്രണങ്ങളൊക്കെ തന്നെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ വിദ്യാഭ്യാസ മേഖലയുടെ ഒരു തകർച്ചയിലേക്ക് അത് വഴിവെക്കുമെന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. എന്നിരുന്നാൽ കൂടിയും ഈ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ നിലപാട് സ്കൂൾ മേഖലയിലേക്ക് കൂടി അടിച്ചേൽപ്പിക്കാനല്ലേ ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്? ഏതെങ്കിലും ഒരു മതാചാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളുകളുടെ സമയക്രമങ്ങളിൽ ഉൾപ്പെടെ എന്തെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ ഇടപെടലുകൾ പർട്ടിക്കുലർലി സർക്കാർ സ്കൂളുകളിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെള്ളിയാഴ്ചത്തെ 1 മണിക്കൂറിനുള്ള ഇന്റർവെൽ സമയം എന്നുള്ളതാണ്. കാരണം മറ്റെല്ലാ ദിവസങ്ങളിലും ഉള്ളതിനേക്കാളും ഏതാണ്ട് ഇരട്ടിയോളം സമയം ഇന്റർവെല്ലിന് കൊടുക്കുന്നുണ്ട്. വെള്ളിയാഴ്ച മുസ്ലിം കുട്ടികൾക്ക് നിസ്കരിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ്. ഈ കാലം ഇത്രയുമായിട്ടും അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തുവാനോ അതിനകത്തേക്ക് ഒരു വിപ്ലവം കൊണ്ടുവരുവാനോ വേണ്ടിയിട്ട് ഒരിക്കലും CPM ശ്രമിച്ചിട്ടില്ല, SFI ശ്രമിച്ചിട്ടില്ല. അവരുടെ വിദ്യാർത്ഥി സംഘടനകളൊന്നും തന്നെ ആ വഴിക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഭാരതത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ഒന്നാണ് ഗുരുക്കളെ ആദരിക്കുക എന്നുള്ളത്, ഗുരുപൂർണിമ ആഘോഷിക്കുക എന്നുള്ളത്, ആ സമയത്ത് ഗുരുക്കന്മാർക്ക് പൂജ നടത്തുക എന്നുള്ളത്, അത് ചിലപ്പോൾ പാദപൂജയായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും. ഇത് കാലാകാലങ്ങളായിട്ട് ഭാരതത്തിൽ ഏതോ കാലഘട്ടം മുതൽ നടന്നു വരുന്ന ഒരു കാര്യമാണ്. അല്ലാണ്ട് 2025 ആരും പുതുതായിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ള കാര്യമൊന്നും തന്നെ അല്ല. അപ്പോ ഇവിടത്തെ പ്രശ്നം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മുസ്ലിം വോട്ട് ബാങ്ക് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 2015 സമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോ ഈ അന്ന് ആ സമയത്ത് മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഞങ്ങളാണ് RSSനെ എതിർക്കുന്നത്, ഞങ്ങളാണ് എന്തോ വലിയ ഹിന്ദുത്വ വിരോധികൾ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ബീഫ് ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് നിരത്തിലേക്ക് ഇറങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം അത്തരം സാഹചര്യങ്ങളൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വൃഥാ പരിശ്രമം മാത്രമാണ് CPM നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളും അനാവശ്യമായിട്ടുണ്ടാക്കുന്നത്. SFIക്ക് ഇടപെടണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് ക്രിയാത്മകമായിട്ട് ഇടപെടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കീം പരീക്ഷാ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ കോളേജുകളുടെ നിലവാര തകർച്ചയുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നിലവാര തകർച്ചയുണ്ട്. അങ്ങനെ അവർക്ക് ഇടപെടാൻ പറ്റുന്നതായിട്ടുള്ള 100 കണക്കിന് വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ പോയി ഇടപെടേണ്ടത് അതിനകത്താണ്. ഇനി അവർക്ക് മതാചാരങ്ങൾ സ്കൂളിനകത്ത് കടന്നു വരുന്നതാണ് പ്രശ്നമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ വെള്ളിയാഴ്ച മാത്രം എന്തുകൊണ്ട് ഒരു മതത്തിന് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള നിലപാടുകൾ ഔദ്യോഗികമായി കാലാകാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് കേരളം പിന്തുടർന്നു വരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളോടാണല്ലോ അവർ ചോദ്യം ചോദിക്കേണ്ടത്. അതായത് ഇന്നലെ എല്ലാം നിങ്ങൾ ഇത് ആചരിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് ഇന്നും ഇത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതിനെ തിരുത്തുന്നതാണ് വിപ്ലവം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതാണല്ലോ ഇടത് പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളോടും കൂടി അവർ ചോദിക്കുവാനുള്ള നട്ടെല്ല് കാണിക്കണം. ഇപ്പൊ തന്നെ കണ്ടല്ലോ, കഴിഞ്ഞ ഒരാഴ്ചയോളം കീലേരി അച്ചുവിനെ പോലായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പെരുമാറുന്നത്. സമസ്തയോട് മുട്ടുകുത്തില്ല, അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം സമസ്തയുമായിട്ട് സ്കൂൾ സമയമാറ്റ ക്രമവുമായി ബന്ധപ്പെട്ടിട്ട് മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സ്കൂളിലെ സമയം അറേഞ്ച് ചെയ്യുക എന്നുള്ള തലത്തിലേക്ക് വീണ്ടും ചർച്ചയ്ക്ക് പോകുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് കുനിയാൻ പറയുമ്പോൾ മുട്ടിലെഴുകയും അവിടെ ചെന്ന് പാദപൂജ അല്ല എന്ത് പൂജയും ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്നവര് ഇപ്പുറത്ത് ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗവുമായി ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ആചാരത്തിനെതിരെ വാളോങ്ങുക എന്ന് പറയുന്നത് തീർത്തും പരിഹാസ്യമായ കാര്യമാണ്.